ഏത് ദൈവത്തെയാണ് രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടിയും രണ്ട് ചിറക് കൊണ്ട് പാദം മൂടിയും രണ്ട് ചിറക് കൊണ്ട് പറന്നുകൊണ്ടും ആരാധിക്കുന്നുവോ അതേ ദൈവത്തെ തന്നെ യെശയ്യാവ് കാണുന്നത് മറിയയുടെ ഗർഭത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. മത്തായി 1:22 വായിച്ചാട്ട്. മത്തായി 1:22 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ മത്തായി 1:23. ദൈവം നമ്മോടുകൂടെ. ഒരവതാര പുരുഷൻ നമ്മോടുകൂടെ എന്നുള്ളതല്ല, ഒരു പ്രവാചകൻ നമ്മോടുകൂടെ എന്നല്ല, ഒരു ഗുരു നമ്മോടുകൂടെ അല്ല, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ നാം ആരാധിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ആരാണെന്നുള്ളത് നല്ലവണ്ണം നമ്മൾക്ക് മനസ്സിലാകണം. നമുക്ക് ഓർമ്മയുണ്ട് ഏതാണെങ്കിലും അത് നാം ആരാധിക്കുന്ന ക്രിസ്തു എത്ര വലിയവനാണ്, എത്ര വലിയവനാണ് എന്നുള്ളത് നല്ലവണ്ണം മനസ്സിലാക്കണം. അവനെക്കുറിച്ച് പറയുന്നത് ദൈവം നമ്മോടുകൂടെ. അവതാര പുരുഷന്മാരിൽ ഒരാളല്ല, പ്രവാചകന്മാരിൽ ഒരാളല്ല. ഏത് ദൈവത്തെ രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടി, രണ്ട് ചിറക് കൊണ്ട് പാദം മൂടി, രണ്ട് ചിറക് കൊണ്ട് പറന്നുകൊണ്ട് ആരാധിക്കുന്നു, അതേ ദൈവം തന്നെയാണ് ഇമ്മാനുവേലായി വെളിപ്പെട്ടു വന്നത്. അവൻ്റെ പേരിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ യെശയ്യാവ് 9:6 വായിച്ചാൽ, യെശയ്യാ പ്രവചനം 9:6, അവൻ്റെ പേരിനെക്കുറിച്ച് പറയുമ്പോൾ വീരനാം ദൈവം, നിത്യ, ദ മൈറ്റി ഗോഡ്. ഒരു ദൈവമേ ഉള്ളൂ, അവൻ എല്ലാവരുടെയും ദൈവമാണ്. ഞാൻ വടക്കേ ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത് അവൻ ഹിന്ദുക്കളുടെയും ദൈവമാണ്, അവൻ മുസ്ലിങ്ങളുടെയും ദൈവമാണ്, സിഖ് മതക്കാരുടെയും ദൈവമാണ്, എല്ലാവരുടെയും ദൈവമാണ്. ഞാൻ അവരോട് പറയുന്നത് ഒരു കാര്യം, അവരുടെ സൃഷ്ടിതാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 2-3 വായിച്ചാൽ, യെശയ്യാ പ്രവചനം 1:2-3, ഐസിയ ചാപ്റ്റർ 1 വേഴ്സ് 2 and 3. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെയും യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. മൃഗങ്ങൾ അവരുടെ ഉടമസ്ഥരെ അറിയുന്നു, എന്നാൽ ജനങ്ങൾ സൃഷ്ടിതാവിനെ അറിയുന്നില്ല. എവിടെ അവരുടെ കാര്യം നടക്കുമോ അവിടെ അവർ മുട്ടുകുത്തും. എവിടെ അവരുടെ കാര്യം നടക്കുമോ, എവിടെ മുട്ടുകുത്തിയാൽ ജോലി നല്ലതാകും അവിടെ മുട്ടുകുത്തും, എവിടെ മുട്ടുകുത്തിയാൽ ബിസിനസ് നല്ലതാകും, പഠിപ്പ് നല്ലതാകും, അതവരുടെ ദൈവമാണ്. ഞാൻ മുട്ടുകുത്തുന്നത് സത്യദൈവത്തിലാണോ എന്ന് വളരെ ചുരുക്കം ചില പേരെ ഗ്രഹിക്കുന്നുണ്ട്.